കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രമണ്ഡലമല്ലേ പഠിച്ചത് അല്ലേ? ഹലോ അതെ 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 ഹലോ കേൾക്കാമോ? ചന്ദ്രമണ്ഡലം ഹലോ ചന്ദ്രമണ്ഡലം തന്നെ. ചന്ദ്രമണ്ഡലം തന്നെ. ഓക്കെ ഓക്കെ. അതെ. അപ്പൊ നമുക്ക് മണ്ഡലത്തില് അവശേഷിക്കുന്നത് ചൊവ്വ മാത്രമേ ഉള്ളൂ. ചൊവ്വയോട് പറയുമ്പോൾ മണ്ഡലങ്ങൾ തീരുകയാണ്. ഇപ്പൊ ചൊവ്വ മണ്ഡലത്തില് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അത് ഒരു ചൊവ്വയാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് എടുക്കുക. നമുക്ക് ആരോഗ്യ സംബന്ധമായ 2 കാര്യങ്ങൾ നമുക്ക് ആ മണ്ഡലത്തിൽ നിന്ന് എടുക്കാൻ കഴിയും. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റത് വലിയ പ്രാധാന്യം വരുന്നില്ല. ഇപ്പൊ ചന്ദ്രമണ്ഡലത്തിന്റെ നോട്ട്സ് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചൊവ്വ മണ്ഡലത്തിലേക്ക് വരാം. അതാണ് നന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നോട്ട്സ് എഴുതാമോ? ആദ്യം ചന്ദ്രമണ്ഡലത്തിന്റെ എഴുതി തുടങ്ങാമല്ലോ. ശരി, അപ്പൊ എഴുതി തുടങ്ങിക്കോളൂ. ചന്ദ്രമണ്ഡലം. ഉയർന്ന ഭംഗിയുള്ള ചന്ദ്രൻ. ഉയർന്ന ഭംഗിയുള്ള ചന്ദ്രൻ. ചന്ദ്രൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രൻ നന്നായിരിക്കുക എന്ന് പറയുന്നത് കലാകാരന്മാരുടെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കലാകാരന്റെ ലക്ഷണമായിട്ടാണ്. അപ്പൊ ഇവിടെ ചന്ദ്രൻ ഉയർന്നും ഭംഗിയുള്ളതുമാണെങ്കിൽ അവർ കവിയാകാം. കവിതയൊക്കെ എഴുതുന്ന ആളാകാം, കവിയാകാം, ചിത്രകാരനാകാം, നിരൂപകനാകാം, ആദർശശാലിയാകാം. കവി, നിരൂപകൻ, ചിത്രകാരൻ, ആദർശശാലി. ഇനി ചന്ദ്രൻ താണതാണെങ്കിലോ? ചന്ദ്രൻ താഴ്ന്നിരുന്നാൽ മനസ്സമാധാനം കുറയും. മനസ്സമാധാനം കുറയും. അതിൽ തന്നെ നമ്മളിപ്പോ ആദ്യം എഴുതിയില്ലേ ഉയർന്ന ചന്ദ്രൻ. ആ ഉയർന്ന ചന്ദ്രന് ഒരു രോഗാവസ്ഥ കൂടിയുണ്ട്. ചന്ദ്രൻ ഉയർന്നിരുന്നാൽ ഉദരരോഗം വരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൂടെ അവിടെ എഴുതണം. ആദ്യത്തെ ആ പോയിന്റിൽ എഴുതണം. ചന്ദ്രൻ ഉയർന്നിരുന്നാൽ കവി, നിരൂപകൻ, ആദർശശാലി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉദരരോഗവും ഉണ്ടാകാം എന്നൂടെ അവിടെ എഴുതിച്ചേർക്കണം. ഉദരരോഗവും ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എഴുതിയത് ചന്ദ്രൻ താണിരുന്നാൽ മനസ്സമാധാനം കുറയും. ക്രമരഹിതമായ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഉയർന്നു, കുറച്ചു ഭാഗം ഉയർന്നിരിക്കും, പിന്നെ താന്നിരിക്കും, പിന്നെ കുറച്ച് ചരിഞ്ഞിരിക്കും. ഒരു രൂപം ഉണ്ടാകില്ല. ചന്ദ്രന് വ്യക്തമായ ഒരു രൂപം ഉണ്ടാകില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഉയർന്നിരിക്കുക അല്ലെങ്കിൽ താണിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ചന്ദ്രന്റെ വലിപ്പം അറിയാമല്ലോ, കുറച്ച് വലിപ്പമുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ ഇവിടെ ഈ ചന്ദ്രമണ്ഡലം ക്രമരഹിതമായിരുന്നാൽ, ഉയർന്നതുമല്ല താണതുമല്ല, അല്പം ഉയർന്നിരിക്കുക, അല്പം താണിരിക്കുക, ഒന്ന് വശത്തോട്ട് ചാടി നിൽക്കുക, ഇങ്ങനെ ഒരു സുഖമില്ലാതിരിക്കുക. അതാണ് ക്രമരഹിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ.
ഇപ്പൊ ചന്ദ്രൻ ക്രമരഹിതമായിരുന്നാൽ അലസ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അലസ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഈ ലക്ഷണം ഒരു സ്ത്രീയിലാണ് കാണുന്നത് എങ്കിൽ ഉദരരോഗിയും അസംമാർഗീയ ജീവിതം നയിക്കുന്ന ആളും എന്ന് പറയാം. അസംമാർഗീയ ജീവിതം നയിക്കുന്ന ആൾ എന്നും പറയാം. ചന്ദ്രൻ ഉരുണ്ടിരുന്നാൽ ഭാഗ്യവാൻ, ആശയസമ്പന്നൻ, വ്യവസായി, നാവിൽ സരസ്വതി ഉള്ളയാൾ, ഈ നാവിൽ സരസ്വതി എന്ന് പറയുന്നത് ഭംഗിയായി സംസാരിക്കാൻ കഴിവുള്ള ആളെയാണ് നാവിൽ സരസ്വതി ഉള്ളയാൾ എന്ന് പറയാം. നന്നായിട്ട്, വളരെ പോളിഷായിട്ട്, തട്ടും തടലും ഒന്നുമില്ലാതെ വ്യക്തമായിട്ട് ആശയങ്ങൾ പറയാൻ കഴിയുന്നയാൾ, ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്നയാൾ. പ്രസംഗിക്കാൻ കഴിയുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രസംഗിക്കുക എന്ന് പറയുന്നത് വേദിയിൽ വന്നിട്ട് മനസ്സിൽ വെച്ചേക്കുന്നതൊക്കെ ഒരുമിച്ചങ്ങെടുത്ത് പ്രയോഗിക്കുക, അതാണ് പ്രസംഗിക്കന്റെ. പക്ഷെ നാവിൽ സരസ്വതി എന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ള കഴിവല്ല, ഭംഗിയായി പറയുവാനുള്ള കഴിവാണ്. എല്ലാ പ്രസംഗരും പ്രസംഗിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതല്ല, കേൾക്കാൻ നമുക്കൊരു സുഖം തോന്നില്ല. എല്ലാവരും ബാബു സാറെ ഒന്ന് ശ്രദ്ധിക്കണം, RV ബാബു സാറെ ഒന്ന് ശ്രദ്ധിക്കണം. സാറിന്റെ അടുത്ത് ആരോ ഒരാളോട് നിൽക്കുന്നുണ്ട്, അവരോട് ഇരുന്ന് കേൾക്കാൻ പറയുക. കേൾക്കട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരാളോട് കേൾക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാർ ശ്രദ്ധിക്കാതെ പോയാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാതെ വരും. അപ്പൊ ഇവിടെ നന്നായി സംസാരിക്കാൻ കഴിവുള്ളതെന്ന് വെച്ചാൽ അയാൾ സംസാരിക്കുന്ന കേൾക്കാൻ ഒരു ഇമ്പം നമുക്കുണ്ടായിരിക്കും. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരെ ഒരുപാട് പേര് നമുക്കറിയാം, പലരുടെയും പ്രസംഗം നമുക്ക് വളരെ ഇഷ്ടമുള്ളതല്ല, കേൾക്കാൻ ഒരു സുഖമുണ്ടാകില്ല. കേൾക്കുന്നതിനൊരു സുഖമുണ്ടാകുക, പദപ്രയോഗത്തിനൊരു പ്രാധാന്യം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നാവിൽ സരസ്വതി എന്ന് പറയുക. നാവിൽ സരസ്വതി ഉണ്ടായിരിക്കുക എന്ന് പറയാം. അപ്പൊ നാവിൽ സരസ്വതി ഉള്ളയാൾ വ്യവസായി, ആശയസമ്പന്നൻ, ഭാഗ്യവാൻ. ഇവരുടെ എല്ലാം ചന്ദ്രൻ ഉരുണ്ടിരിക്കും, ഉരുണ്ട ചന്ദ്രനായിരിക്കും. അപ്പൊ കയ്യിൽ ഉരുണ്ട ചന്ദ്രനാണെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ഉറപ്പ് പറയാം. ഇനി അടുത്ത്, ചന്ദ്രന്റെ മധ്യഭാഗം ഉയർന്നിരുന്നാൽ, ഇനി പറയുന്നൊക്കെ രോഗാവസ്ഥയാണ്.
ചന്ദ്രന്റെ മധ്യഭാഗം ഉയർന്നിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റിൽ നിന്നും വായിച്ചാലും ഈ രോഗാവസ്ഥ കിട്ടില്ല കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പുസ്തകങ്ങളിലൊന്നും ഈ രോഗാവസ്ഥ വലുതായിട്ട് പറയില്ല. ചന്ദ്രന്റെ മധ്യഭാഗം ഉയർന്നിരുന്നാൽ പക്ഷാഘാതം പിടിപെടും. പക്ഷാഘാതം പിടിപെടും. ചന്ദ്രന്റെ ചുവടുഭാഗം ഉയർന്നിരുന്നാൽ മൂത്രാശയ രോഗങ്ങളോ എന്നുവെച്ചാൽ കിഡ്നി അടക്കം തൊട്ട്, കിഡ്നി ട്രബിൾ ആകാം, കിഡ്നി സ്റ്റോൺ ആകാം, യൂറിൻ സ്റ്റോൺ ആകാം, ബ്ലാഡർ സ്റ്റോൺ ആകാം, പ്രോസ്റ്റേറ്റ് പ്രശ്നമാകാം, യൂറിനറി ഇൻഫെക്ഷൻ ആവാം. ഇതെല്ലാം വരാം. ഈ മൂത്രാശയ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു നിർത്തുക, മൂത്രാശയ രോഗങ്ങൾ. മൂത്രാശയം വെച്ചാൽ കിഡ്നി, പിന്നെ യൂറിനറി ട്രാക്ക്, യൂറിനറി ബ്ലാഡർ, പ്രോസ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുക, മൂത്രാശയ രോഗങ്ങൾ. മൂത്രാശയ രോഗങ്ങളോ ഡയബറ്റിക്സോ പിടിപെടാം. മൂത്രാശയ രോഗങ്ങളോ ഡയബറ്റിക്സോ പിടിപെടാം. ചന്ദ്രനിൽ കാണുന്ന അകത്തേക്ക് വളഞ്ഞ രേഖ ഓർമ്മയുണ്ടാവും. മണ്ഡലത്തിലേക്ക് വളഞ്ഞ രേഖ. മണ്ഡലത്തിലേക്ക്, അകത്തേക്ക് എന്ന് പറഞ്ഞാൽ കൈക്കകത്തേക്കല്ല, മണ്ഡലത്തിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ അകത്തേക്ക് വളഞ്ഞ രേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൈയുടെ മധ്യഭാഗത്തേക്ക് വളഞ്ഞ രേഖയല്ല, ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞ രേഖയാണ്. അതാണ് അകത്തേക്ക് വളഞ്ഞ, മണ്ഡലത്തിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ചന്ദ്രനിൽ കാണുന്ന അകത്തേക്ക് വളഞ്ഞ രേഖ എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞ രേഖ ദേവീ രേഖ എന്ന് പറയുന്നു. ദേവീ രേഖ എന്ന് പറയുന്നു. ഇവർക്ക് പ്രവചനം നടത്തുവാനുള്ള കഴിവുണ്ടായിരിക്കും. പ്രവചനം നടത്തുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ഇവർക്ക് പ്രവചനം നടത്തുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ, അപകടങ്ങൾ മുൻകൂട്ടി അറിയുവാൻ കഴിയും. അപകടങ്ങൾ മുൻകൂട്ടി അറിയുവാൻ കഴിയും. അടുത്ത, ചന്ദ്രനിൽ ചതുരം കണ്ടാൽ, ചന്ദ്രനിൽ ചതുരം കണ്ടാൽ ചന്ദ്രനിൽ ചതുരം കണ്ടാൽ അത് ഗ്രഹനിർമ്മാണത്തെയോ
ഗ്രഹനിർമ്മാണത്തെയോ അല്ലെങ്കിൽ ജലയാത്രയോ സൂചിപ്പിക്കുന്നു. ഗ്രഹനിർമ്മാണത്തെയോ അല്ലെങ്കിൽ ജലയാത്രയോ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം. ചന്ദ്രനിൽ കാണുന്ന അകത്തേക്ക് വളഞ്ഞ രേഖ ദേവീ രേഖ എന്ന് പറയുന്നു. ഇവർക്ക് അത് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞു വേറെ പോയി. ഇവർക്ക് അപകടങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടായിരിക്കും. അപകടങ്ങൾ അത് അതിന്റെ കൂടെ ഉള്ള ഇവർക്ക് അപകടങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ചതുരമാണ്. അത് കഴിഞ്ഞിട്ട് ചതുരത്തിന്റെ ലക്ഷണമാണ് പിന്നെ പറഞ്ഞത്. ചന്ദ്രനിൽ കാണുന്ന ചതുരം ഗ്രഹനിർമ്മാണത്തെയോ അല്ലെങ്കിൽ ജലയാത്രയോ സൂചിപ്പിക്കുന്നു. ജലയാത്ര എന്ന് പറഞ്ഞാൽ വള്ളത്തിൽ കയറിയോ അല്ലെങ്കിൽ ബോട്ടിൽ കയറിയോ കുറെ ദൂരം 1-2 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വരുന്നതല്ല. കുറച്ച് ദൂരം ഇപ്പൊ ആൻഡമാനിൽ പോവുക അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെവിടെയെങ്കിലുമൊക്കെ പോവുക, അങ്ങനെ ദിവസങ്ങൾ എടുക്കുന്ന ഒരു യാത്ര അല്ല, 1-2 മണിക്കൂറുള്ള ഒരു യാത്രയല്ല, ദിവസങ്ങൾ എടുക്കുന്ന ഒരു യാത്രയാണ് ആ ജലയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിപ്പോ മിക്കവാറും സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടുന്ന് ബോട്ട് എടുത്ത് 1-2 മണിക്കൂറൊക്കെ ഒന്ന് കറങ്ങിയാൽ അത് ജലയാത്രയായിട്ട് കണക്കാക്കണ്ട. 1-2 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യാത്ര, മറ്റൊരു കരയിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അതിനെയാണ് ജലയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പ ദൂരം. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്ത് മാത്രം വരുന്ന അടയാളങ്ങളാണോ? ജലയാത്ര ചെയ്യാനുള്ള സമയം വരുമ്പോ അങ്ങനെയാണോ? ആ സമയത്ത് മാത്രമേ. അപ്പൊ ഗ്രഹം എല്ലാ കാലത്തും വെക്കാൻ പറ്റൂലല്ലോ. ജീവിതത്തിൽ നമുക്ക് 1-2 സമയങ്ങൾ മാത്രമാണ് വീട് നിർമ്മിക്കാൻ ഭാഗ്യം വരുന്നത്. അപ്പൊ ഈ ചന്ദ്രചിഹ്നം ആ സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ചിഹ്നവും പെർമനന്റ് ആയി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അടയാളങ്ങളും ചിഹ്നങ്ങളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാഞ്ഞു പോകും. അതുകൊണ്ട് സ്ഥിരമായി നിൽക്കുന്നതല്ല ഈ അടയാളങ്ങളും ചിഹ്നങ്ങളും അല്ലെങ്കിൽ രേഖകൾ പോലും സ്ഥിരമായി നിൽക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രേഖകൾക്ക് മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത് വീണ്ടും എഴുതിക്കോളൂ. ചന്ദ്രനിൽ കാണുന്ന നക്ഷത്രം പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ കാണുന്ന നക്ഷത്രം പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു. പ്രശസ്തി വരാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണത്. അംഗീകാരം കിട്ടാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ഫലം കൂടിയുണ്ട്. അല്ലെങ്കിൽ ജലഭയത്തെ സൂചിപ്പിക്കുന്നു. ജലത്തിൽ നിന്നുള്ള ഭയത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജലഭയത്തെ സൂചിപ്പിക്കുന്നു. വെള്ളത്തിൽ വീണ് ഭയപ്പെടാം, വെള്ളത്തിൽ മുങ്ങിപ്പോകാം. അപ്പൊ അതിനെ ആ ജലത്തിൽ നിന്ന് ഭയക്കുക. അല്ലെങ്കിൽ ജലത്തെ ഭയം. ഇപ്പൊ സമുദ്രമൊക്കെ കണ്ട് അടുത്ത് പോയി നിന്നാൽ, വലിയ നദിയിലൂടെ വെള്ളം ഒഴുകുന്ന കണ്ടാൽ പേടി തോന്നുന്ന ആൾക്കാരുണ്ട്. വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുന്ന കണ്ടാൽ ഭയക്കുന്ന ആൾക്കാരുണ്ട്. സമുദ്രത്തിനടുത്ത് നിന്ന് ഈ സമുദ്രത്തിൽ തിരയെ കാണുമ്പോൾ ഭയം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ജലഭയം എന്ന് പറയാം. അതും നക്ഷത്ര ചിഹ്നമാണ്, അടയാളമായി പറയാം. അടുത്ത ചന്ദ്രനിൽ കാണുന്ന വൃത്തം മുങ്ങി മരണത്തെ സൂചിപ്പിക്കുന്നു.
ചന്ദ്രനിൽ കാണുന്ന വൃത്തം മുങ്ങി മരണത്തെ സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ കാണുന്ന ട്രയാങ്കിൾ പ്രശസ്തനായ കലാകാരന്റെ ലക്ഷണമാണ്. പ്രശസ്തനായ കലാകാരന്റെ ലക്ഷണമാണ്. ഇത്രയുമാണ് ചന്ദ്രമണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഉറപ്പായിട്ട് ഒരു ഫലം എല്ലാവരെ സംബന്ധിച്ചും ഇതിലുണ്ടാവും. ചിഹ്നങ്ങൾ കണ്ടില്ല എങ്കിലും മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ച് നമുക്കൊരു ഫലം ഉറപ്പായി പറയാൻ കഴിയും. ഇപ്പൊ നമ്മൾ ശുക്രനെ പറഞ്ഞു, വ്യാഴനെ പറഞ്ഞു, ശനിയെ പറഞ്ഞു, ആദിത്യൻ പറഞ്ഞു, ബുധൻ പറഞ്ഞു, ഇപ്പൊ ചന്ദ്രൻ പറഞ്ഞു. അപ്പൊ 6 മണ്ഡലങ്ങൾ പഠിക്കുകയും 6 മണ്ഡലങ്ങളുടെയും നോട്ട്സും നമ്മൾ എഴുതുകയും ചെയ്തു. അപ്പൊ 6 മണ്ഡലങ്ങൾ പഠിക്കുകയും 6 മണ്ഡലത്തിന്റെ നോട്ട്സും എഴുതിയ സ്ഥിതിക്ക് 6 കാര്യങ്ങൾ, അതിനകത്ത് നമ്മൾ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ വിടുക, ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ മറക്കുക. പക്ഷെ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട് 6 പോയിന്റ് തെറ്റുകൂടാതെ പറയുവാൻ നമുക്ക് കഴിയും. പിന്നെ ചിഹ്നങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്ന അടയാളങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ അത്രയും പോയിന്റ്സ് കൂടുതൽ പറയാം. ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരാളുടെ കൈ പിടിച്ചിട്ട് 6 വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഇപ്പൊ പ്രാപ്തരാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ, ഉണ്ടാകണം. ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ചൊവ്വയിലേക്കും 2 ചൊവ്വയിലേക്ക്. 2 ചൊവ്വ എന്ന് പറയുന്നത് ഒന്ന് ആയുർരേഖയ്ക്കും ആയുർരേഖയല്ല, ശുക്രമണ്ഡലത്തിനും വ്യാഴമണ്ഡലത്തിനും ഇടയിലായി കാണുന്ന ഒന്നാണ് ഒരു ചൊവ്വ. മറ്റൊന്ന് ബുധമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിനും ഇടയിൽ കാണുന്നതാണ് മറ്റൊരു ചൊവ്വ. ഇപ്പൊ 2 ചൊവ്വ മണ്ഡലങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ തന്നെ ചൊവ്വയ്ക്ക് 2 സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ വ്യാഴനും ഈ ശുക്രനും ഇടയിൽ കാണുന്ന ഈ ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്തായി കാണുന്ന ഒരു ചൊവ്വ. മറ്റൊന്ന് ബുധനും ചന്ദ്രനും ഇടയിൽ കാണുന്ന ഇത്. ബുധനും ചന്ദ്രനും ഇടയിൽ കാണുന്ന ഈ ഭാഗം, ഈ ഭാഗത്ത് ഒരു ചൊവ്വയുണ്ട്. അങ്ങനെ 2 ചൊവ്വയുണ്ട്. അതിൽ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വ്യാഴനും ശുക്രനും ഇടയിൽ കാണുന്നതിനെ 1-ാം ചൊവ്വയെന്നും ബുധനും ചന്ദ്രനും ഇടയിൽ കാണുന്നതിനെ 2-ാം ചൊവ്വ എന്നും ആണ് വിളിക്കാറ്. 1-ാം ചൊവ്വയെന്നും 2-ാം ചൊവ്വയെന്നും. ചില പുസ്തകങ്ങളിൽ ഇത് തിരിച്ചും പറയുന്നുണ്ട്, അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ചിലർ തിരിച്ചു പറയുന്നുണ്ട്, ബുധനും ചന്ദ്രനും ഇടയിലുള്ള 1-ാം ചൊവ്വയായിട്ടും ഇപ്പുറത്തുള്ളത് 2-ാം ചൊവ്വയായിട്ടും പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് ഇതിനകത്ത് ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഒരിതാണ്.
കോഡ് എവിടെ? പവർ ഒന്ന് കുറഞ്ഞുപോയി. പവർ പെട്ടെന്ന് കണക്ട് ചെയ്യാനാ ഞാൻ ബ്രേക്ക് എടുത്തത്. അപ്പൊ അതവിടെ ചിത്രത്തിൽ നോക്കുക. ആ 7 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതും 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതുമാണ് ചൊവ്വയുടെ സ്ഥാനങ്ങൾ. 7 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് 1-ാം ചൊവ്വയും 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് 2-ാം ചൊവ്വയാണ്. ഞാൻ ഇപ്പോൾ അതിന്റെ നോട്ട്സ് പറയാം. നോട്ട്സ് പറയുന്ന കൂട്ടത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നോട്ട്സ് പറഞ്ഞു പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എഴുതിക്കോളൂ. ചൊവ്വ മണ്ഡലങ്ങൾ. ചൊവ്വ മണ്ഡലങ്ങൾ. കയ്യിൽ ചൊവ്വയ്ക്ക് 2 സ്ഥാനങ്ങളാണ് പറയുന്നത്. കയ്യിൽ ചൊവ്വയ്ക്ക് 2 സ്ഥാനങ്ങളാണ് പറയുന്നത്. വ്യാഴനും ശുക്രനും ഇടയിലായി കാണുന്നതിനെ ഒന്നാം ചൊവ്വ എന്നും ബുധനും ചന്ദ്രനും ചന്ദ്രന് തിങ്കൾ എന്ന പേര് കൂടിയുണ്ട്. ചന്ദ്രനും ബുധനും ഇടയിൽ കാണുന്നതിനെ രണ്ടാം ചൊവ്വ എന്നും പറയുന്നു. ഓർമ്മിക്കുക, ചില പുസ്തകങ്ങളിൽ തിരിച്ചും പറയുന്നുണ്ട്. ഒരു കാര്യമില്ല, ഫലത്തിൽ കാര്യമൊന്നുമില്ല. സ്ഥാനം 1ഉം 2ഉം എന്ന് പറയുന്ന സ്ഥാനത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഫലം 2 ആയാലും 1 തന്നെയാണ്. അടുത്ത് എഴുതിക്കോളൂ. 1-ാം ചൊവ്വ വിസ്താരമേറിയിരുന്നാൽ ആരോഗ്യമുള്ള ശരീരവും ധൈര്യവും ഉണ്ടാകും. ആരോഗ്യമുള്ള ശരീരവും ധൈര്യവും ഉണ്ടാവും. 2-ാം ചൊവ്വ വിസ്താരമേറിയിരുന്നാൽ ക്ഷമയും ധീരതയും ഉണ്ടാവും. ക്ഷമയും ധീരതയും ഉണ്ടാവും.
അടുത്ത ഈ രണ്ട് ഇവിടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞു കായബലം അതല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കും. ആരോഗ്യവാൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ശക്തിമാൻ, നല്ല ആരോഗ്യമുള്ള ആൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരോഗ്യം എന്ന് വെച്ചാൽ കഴിവ്, ശക്തി, പേശീബലമുള്ള ആൾ, കായബലമുള്ള ആൾ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ശരീരത്തിന് രോഗമില്ലാത്ത ആളെന്നുള്ള അർത്ഥത്തിലല്ല. കായബലം, പേശികൾക്ക് മസിലൊക്കെ ഉള്ള നല്ല പേശികൾക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള കഴിവുള്ള ആൾ, ആ അർത്ഥത്തിലാണ് ഞാൻ അവിടെ എന്താ പറയാ ആരോഗ്യവാൻ എന്ന് പറഞ്ഞത്. ധൈര്യം ആദ്യം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞതിൽ ധീരത പറഞ്ഞു. ഈ ധൈര്യവും ധീരതയും തമ്മിൽ ഒരു നേർത്ത അകലമുണ്ട്. ഫലത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ധൈര്യവാനാണ്, അവൻ ധീരനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വലിയ ധൈര്യശൈലിയൊക്കെയാണ്, ധീരനൊക്കെയാണ് എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ അർത്ഥമാണ്. എന്നാൽ ഇവിടെ ഈ അർത്ഥങ്ങൾ തമ്മിൽ ഒരു നേരിയ വ്യത്യാസമുണ്ട്. ധീരൻ എന്ന് പറയുമ്പോൾ അസാധ്യമായ കാര്യത്തെ ചെയ്യാൻ മിടുക്കുള്ളവൻ. അസാധ്യം എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ ചെയ്യാൻ കഴിയുന്നവരെയാണ് നമ്മൾ ധീരത എന്ന് പറയുക, ധീരൻ എന്ന് പറയുക. ഇപ്പൊ സൈന്യത്തിലൊക്കെ ധീരമായി ചെയ്തു എന്ന് പറഞ്ഞാൽ ചില 10 or 15 വരുന്ന ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടുന്ന ആൾക്കാരുണ്ട്. അവന്റെ ഒറ്റ മിടുക്കുകൊണ്ട്, ധീരത കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വിജയിക്കുക. പക്ഷെ ധൈര്യം എന്ന് പറയുന്നത് അല്പ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിൽ നേരിടാനുള്ള തന്റെ ഇടം, ഏത് ആപൽഘട്ടങ്ങളെയും നേരിടാനുള്ള ഒരു മനോബലമുള്ള ആളെയാണ് ധൈര്യമുള്ള ആളെന്ന് പറയാം. ഇപ്പൊ ധീരനും ധൈര്യവും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ രണ്ട് വാക്കും നമ്മൾ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ധീരതയും ധൈര്യവും നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മനസ്സിലാക്കുക, അത് തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ധൈര്യവാൻ നമ്മൾ പറയും പോലെ അടിക്കാൻ ആരെങ്കിലും വരട്ടെ നമുക്ക് കാണാം, അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ പിടിച്ചു നിർത്തുക അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു പോകുന്ന ധൈര്യം. പക്ഷെ ധീരൻ അതല്ല. അവൻ അസാധ്യമായ കാര്യം, സാധാരണ ഒരാൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യം, അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ഒരുത്തിനെയാണ് നമ്മൾ എപ്പോഴും ധീരൻ എന്ന് പറയാം. പറയില്ലേ, സൈന്യത്തിലൊക്കെ ധീരതയ്ക്കുള്ള മെഡൽ കൊടുത്തു എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ കെൽപ്പുള്ളയാൾ. അപ്പൊ ഇവിടെ ആ ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവിടെ അത് നോട്ട് ചെയ്ത് വെക്കുകയും വേണം. അല്ലെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ ഒരിടത്ത് ധൈര്യവാൻ എന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് ധീരൻ എന്ന് പറഞ്ഞു, ഫലം രണ്ടും ഒന്ന് തന്നെ, രണ്ട് വാക്ക് ഉപയോഗിച്ചു എന്ന് തോന്നരുത്. രണ്ടും രണ്ട് വ്യത്യസ്ത അർത്ഥതലങ്ങളാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെ വേണോ നിങ്ങൾക്ക് ഡിഫറൻസ് ബോധ്യപ്പെടണം. പിന്നീട് വായിക്കുമ്പോൾ, ഇത് കഴിഞ്ഞെടുത്ത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇത് ധൈര്യം എന്ന് പറഞ്ഞത് ഇതാണെന്നും ധീരത എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ശരി, അടുത്ത എഴുതിക്കോളൂ. രണ്ട് ചൊവ്വാ മണ്ഡലങ്ങളും താഴ്ന്നിരുന്നാൽ രണ്ട് ചൊവ്വാ മണ്ഡലങ്ങളും താഴ്ന്നിരുന്നാൽ ദുഃഖിതരും സമാധാനം കുറഞ്ഞവരും പ്രവൃത്തിയിൽ നേരെന്ന് ഉദ്ദേശിക്കുന്നത് സത്യം, ധർമ്മം, സത്യധർമ്മങ്ങൾ ഇല്ലാത്തവരുമായിരിക്കും. പ്രവൃത്തിയിൽ സത്യധർമ്മങ്ങൾ ഇല്ലാത്തവരും ആയിരിക്കും.
രണ്ട് മണ്ഡലങ്ങളും ഭംഗിയുള്ളതാണെങ്കിൽ ബന്ധുക്കളോട് സ്നേഹമുള്ളവനും കർഷകനുമായിരിക്കും രണ്ടാം ചൊവ്വ മുഴരൂപത്തിൽ കാണുകയാണെങ്കിൽ രണ്ടാം ചൊവ്വ മുഴ പോലെ കാണുകയാണെങ്കിൽ, മുഴ രൂപത്തിൽ കാണുകയാണെങ്കിൽ അധികാരമോഹിയും അഹങ്കാരിയുമായിരിക്കും. അധികാരമോഹിയും അഹങ്കാരികളുമായിരിക്കും. അമിതമായി വികസിച്ച ചൊവ്വ അമിതമായി വികസിച്ച ചൊവ്വ അമിതമായി വികസിച്ച ചൊവ്വ തലവേദനയുടെ ലക്ഷണമാണ്. തലവേദനയുടെ ലക്ഷണമാണ്. മിക്കവാറും ആ തലവേദന എന്ന് പറഞ്ഞാൽ BP കൊണ്ടുള്ള തലവേദനയായിരിക്കും. അവർക്ക് BP ഉണ്ടെന്നും കൂടെ നമുക്ക് പറയാം. ചൊവ്വ അമിതമായി വികസിച്ചിരിക്കുകയാണെങ്കിൽ തലവേദന ഉണ്ടാകും. ആ തലവേദനയ്ക്ക് കാരണം BP ആയിരിക്കും. BP. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ അവരോട് BP ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. BP മാത്രമല്ല, കൊളസ്ട്രോളിന്റെ അളവും കൂടുതലായിരിക്കും. ഇത് പ്രത്യേകിച്ച് ഒന്നാം ചൊവ്വയെ ബന്ധപ്പെട്ടാണ് ഈ ഫലം വരുന്നത്. ഒന്നാം ചൊവ്വയെ ബന്ധപ്പെട്ടാണ് ഈ ഫലം വരുന്നത്. അവർക്ക് BP കൂടുതലുണ്ടാവാം, കൊളസ്ട്രോളിന്റെ അളവും കൂടാം. ആരുടെയും കയ്യിൽ കണ്ടാൽ അവരെ ഇത് രണ്ടും ചെക്ക് ചെയ്യാൻ, പരിശോധിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടുമ്പോൾ റിസൾട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അവർക്ക് BP കൂടുതലായിരിക്കും, അതോടെ കൊളസ്ട്രോളും കൂടുതലായിരിക്കും. രണ്ടാം ചൊവ്വ എന്നല്ല പറഞ്ഞ ആദ്യം? രണ്ടാം ചൊവ്വ മുഴ രൂപത്തിലായിരുന്നാൽ എന്താണ് പറഞ്ഞത്? അതിന്റെ കാര്യം കഴിഞ്ഞു. അധികാരമോഹി അഹങ്കാരിയായിരിക്കും. അഹങ്കാരിയും അധികാരമോഹിയായിരിക്കും. അതെ അതെ, അമിതമായി വികസിച്ച ചൊവ്വ, അതിന്റെ ഫലമാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. അല്ലാതെ ഒന്നാം ചൊവ്വയാണോ? അത് പ്രധാനമായിട്ടും ഒന്നാം ചൊവ്വയാണ് ബാധിക്കുന്നത്. ഒന്നാം ചൊവ്വയാണ് അത് ബാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ നോക്കാം. ഒരു 40 വയസ്സ് കഴിഞ്ഞവർ ഈ കൂട്ടത്തിലുള്ളത് അവർ നോക്കുക. BPയും കൊളസ്ട്രോളും ഉള്ള ആൾക്കാർ നോക്കുക. ആ ചൊവ്വ വലിപ്പമുള്ളതായിരിക്കും. ഇപ്പൊ ഒരു പക്ഷേ കൊളസ്ട്രോളെ കാണും, BP കാണില്ലായിരിക്കാം. BP പിന്നീട് വന്നോളും. അതുകൊണ്ട് അവർക്ക് ദുഃഖം വേണ്ട, BP പിന്നീട് വന്നോളും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം.
അടുത്ത് തീരെ ചെറിയ കുജൻ, അത് 1-ാം ചൊവ്വ എടുത്താൽ മതി. തീരെ ചെറിയ കുജൻ, കുജൻ മീൻസ് ചൊവ്വ. തീരെ ചെറിയ കുജൻ. കള്ളന്റെ ലക്ഷണമാണ്. കള്ളന്റെ ലക്ഷണമാണ്. കള്ളന്റെ ലക്ഷണമാണ്. കുഴിഞ്ഞ കുജൻ, നമ്മളിപ്പോ കുജൻ ഉയർന്നിരിക്കുന്നു തുടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു. അടുത്ത് കുഴിഞ്ഞ, അവിടെ കുഴിഞ്ഞു പോയി. കുഴിഞ്ഞ കുജൻ ചൊവ്വ. ദാരിദ്ര്യ ലക്ഷണമാണ്. കുജനിൽ കാണുന്ന ചതുരം കാരാഗ്രഹവാസത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയാകുമ്പോ ചൊവ്വ നമുക്ക് പറഞ്ഞു നിർത്താം. അപ്പൊ ഇത് പഠിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് തന്ന് അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോട്ട്സിന് ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഘട്ടം കൂടെ നമ്മൾ മാറി ഇരിക്കുകയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നക്ഷത്ര ചിഹ്നവും അതുപോലെ തന്നെ വൃത്തവും അങ്ങനെ അത്രയൊന്നും വരില്ല. ചൊവ്വയിൽ നമുക്ക് അത്രയൊന്നും കാണാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിലും നോക്കി എടുക്കുക. നിങ്ങളൊരു പുസ്തകം വായിച്ച് തന്നെ തീരണം. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റംപ്റ്റും ഉണ്ടാകില്ല. നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങണം, പുസ്തകം പഠിക്കണം, ആ പുസ്തകങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളെ നോട്ട്ബുക്കിന്റെ വലത് സൈഡിലെ പേജിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ആരുടെയെങ്കിലും കയ്യിൽ അത് സത്യമെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇടത് ഭാഗത്ത് എഴുതി ചേർക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. പുസ്തകങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് പോയിന്റ്സ് ഇനിയും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെപ്പോ പഠിപ്പിക്കുന്നത് LKG വിദ്യാഭ്യാസം മാത്രമാണ്, പ്രൈമറി പോലുമല്ല, LKG തലമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ LKG തലത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പോയിന്റ്സ് കാണാം. ആ പോയിന്റ്സ് അപ്പോഴും എഴുതി ചേർക്കരുത്. നോട്ട്ബുക്കിന്റെ വലതു ഭാഗത്ത് ആ പോയിന്റ്സ് എഴുതി വെക്കുക. എന്നിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ഈ ലക്ഷണം കണ്ട് നിങ്ങൾ ഫലം പറയണം. അവർ പറയണത് സത്യമായിരുന്നു, അത് സത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഇടത് ഭാഗത്തേക്ക് അത് മാറ്റുക. അപ്പൊ ഇടത് ഭാഗത്ത് എഴുതുന്നത് മുഴുവൻ നമ്മുടെ അനുഭവത്തിൽ കിട്ടിയ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളും ആയിരിക്കണം. ഞാൻ പഠിപ്പിച്ച കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടത് എടുക്കാം. പുതിയ കാര്യങ്ങൾ ടെസ്റ്റ് വായിക്കണം.
നിങ്ങൾ ഒരു 200-300 രൂപ കൊടുത്ത് ഒരു ടെസ്റ്റ് വാങ്ങിയാൽ ആ ഒരു ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പരമാവധി ഒരു 5-6 പോയിന്റിനപ്പുറം ഒന്നും കിട്ടില്ല. പക്ഷെ 6 പോയിന്റ് കിട്ടും എന്ന് പറയുന്നത് മോശം കാര്യമല്ല. പിന്നെ പുസ്തകം വാങ്ങുന്നതിന് മുന്നേ ഒരു പുസ്തകം കണ്ടു, അതിന്റെ ബൈൻഡ് കണ്ടു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, അല്ല, അവിടെ നിന്ന് ആ പുസ്തകത്തിന്റെ പേജുകൾ മറിച്ചു നോക്കി നിങ്ങൾക്ക് വ്യക്തമായി ധാരണയുള്ള ഭാഗങ്ങൾ, അത് മണ്ഡലമായാലും രേഖയായിരുന്നാലും, അത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, ഇത് ചവറ, ഇത് വേണ്ട, ഇത് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെയുള്ള പുസ്തകം വാങ്ങരുത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ഒരു സുഖവും അതൊരു പോയിന്റ് ആണെന്ന് തോന്നലും, ഇതൊരു പോയിന്റ് ആണ് എന്നൊരു തോന്നലും. അപ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുറെ പേജസ് വായിച്ചു നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ ഒരു അരമണിക്കൂർ ആ പുസ്തകം മറിച്ചു നോക്കാനും വായിക്കാനുമായി ചെലവഴിക്കുക. ആ അരമണിക്കൂർ ചെലവഴിക്കുമ്പോൾ അത് കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആ പുസ്തകം നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വാങ്ങുക. അല്ലാതെ വലിയ വില കൊടുത്ത പുസ്തകം വാങ്ങാൻ നിൽക്കരുത്. ചവറ് വില കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന പുസ്തകം വീട്ടിൽ കൊണ്ട് വായിക്കുമ്പോഴാണ് അയ്യോ ഇത് വെറും ചവറായി പോയല്ലോ, ഒരു ഉപയോഗമില്ലാതായി, അങ്ങനെ വരും. ആ ആവേശം നിങ്ങൾ കാണിക്കണ്ട. എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ആവേശം നിങ്ങൾ കാണിക്കണ്ട. നിങ്ങളത് വ്യക്തമായി വായിച്ച് വിലയിരുത്തിയിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ പുസ്തകം വാങ്ങുക, ഇല്ലെങ്കിൽ വാങ്ങാതിരിക്കുക. മാർക്കറ്റിൽ ഒരുപാട് പുസ്തകമുണ്ട്, പാമിസ്ട്രിയുടെ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും, വായിച്ചു നോക്കുക. തിരുവനന്തപുരത്താണെങ്കിൽ ആയുർവേദ കോളേജിന്റെ താഴോട്ട് പോകുന്നിടത്ത് പ്രഭു ബുക്സ് ഉണ്ട്, തൊട്ട് താഴെയുണ്ട്, കുറെ കൂടെ താഴെയുണ്ട്. ചെട്ടിക്കുളങ്ങര അമ്പലത്തിനോട് അടുത്ത്, അമ്പലം കഴിഞ്ഞ ആ ഭാഗത്ത് ഒരു വലിയ ബുക്ക് സ്റ്റാളുണ്ട് പ്രഭൂസിന്റെ. ആ പ്രഭൂസ് ബുക്ക് സ്റ്റാളിൽ ധാരാളം ടെസ്റ്റ് പാമിസ്ട്രിയുടെ കിട്ടും. അവിടെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. ആ സ്പേഷ്യസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് എടുത്ത് വായിച്ചു നോക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ആയുർവേദ കോളേജിന്റെ തൊട്ട് താഴെ ഉണ്ടായിരിക്കുന്ന ഒരു കൊച്ചു കുടിസ് മുറിയാണ്. അവിടെ കയറിയാൽ നമുക്ക് എടുത്ത് വെച്ച് നോക്കാൻ ഒരു സൗകര്യം കിട്ടില്ല. പുസ്തകം വാങ്ങാൻ ഉദ്ദേശിക്കാൻ ചെട്ടിക്കുളങ്ങര അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് അല്പക്കൂടി ആ റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ട് അല്പക്കൂടി നടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വെയിറ്റ് ഷെഡ് പോലെ കാണും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ വെയിറ്റ് ഷെഡിന് അവിടെ ഒരു പാലം ഉണ്ട്, റെയിൽവേയുടെ ഒരു ഇരുമ്പ് പാലം ഒക്കെ ഉണ്ട്. അതിന് ഓപ്പോസിറ്റായി പ്രൊപ്പോസ് ബുക്സ് ഉണ്ട്. അതിന്റെ അപ്സ്റ്റെയറിൽ പാമിസ്ട്രിയുടെയും ജ്യോതിഷത്തിന്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. അവിടെ പോവുക, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം പതുക്കെ അങ്ങോട്ട് കയറുക. ഇത് ഞാൻ ട്രിവാൻഡ്രം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലും പ്രഭൂസ് ബുക്കും അതിൽ തത്തുല്യമായ ബുക്ക് സ്റ്റാളുണ്ട്. അവരിലെല്ലാം ഇതിനു വേണ്ടി പ്രത്യേക ഒരു കൗണ്ടറും അവർ ഓപ്പൺ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പുസ്തകങ്ങൾ ഇനി വാങ്ങാം. നിങ്ങൾക്ക് ഫലം പറയാൻ ഞാൻ നേരത്തെ നിങ്ങൾക്ക് അനുവാദം ഞാൻ തന്നിരുന്നു. ഉറപ്പായിട്ട് ഫലം പറയണം. എനിക്കിപ്പോ വേണ്ടത്, ഈ കഴിഞ്ഞ നമ്മൾ കുറെ ക്ലാസ്സുകൾക്ക് മുമ്പ് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അതുപോലെ അതിനുശേഷം നിങ്ങൾ ആരുടെയെങ്കിലും കൈ നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയായി പറയാൻ തോന്നിയോ, പറഞ്ഞതിൽ എത്ര ശരിയുണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അങ്ങനെ നോക്കിയ ആൾക്കാർ ആ ഫലം പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കി എന്ന് എനിക്കും മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് കൈ നോക്കാൻ ഒരു പ്രചോദനം കിട്ടുകയും കൂടെ ചെയ്യും. 2ആണ്. എന്നെ സംബന്ധിച്ച് നിങ്ങളത് എത്രമാത്രം പഠിച്ചു, നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നതിലുള്ള സന്തോഷം. പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വീണ്ടും കൈ നോക്കാൻ, മറ്റുള്ളവരെ കൈ നോക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കിട്ടും. അപ്പൊ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമുക്ക് ആദ്യം പത്മനാഭനിൽ നിന്ന് തുടങ്ങാം. മറ്റുള്ളവർ പറയുക. പത്മനാഭനോട് ഞാൻ ചോദിച്ചു തുടങ്ങുന്നു. മറ്റുള്ളവർ പത്മനാഭൻ പറഞ്ഞ ശേഷം മറ്റുള്ളവർ പറയാം. പത്മനാഭ എങ്ങനെയുണ്ട് പറഞ്ഞേ? പത്മനാഭ സർ എന്നോടാണോ? അതെ, പത്മനാഭ ഹിപ്നോട്ടിസ്റ്റ്. ഞാൻ ആരെയും കയ്യിൽ നോക്കിയിട്ടില്ല സർ. ഇതൊരു നോക്കി തുടങ്ങിയില്ലേ? ഇല്ല, നോക്കി തുടങ്ങിയിട്ടില്ല. ഞാൻ മറ്റു കുറച്ച് വിഷയം പഠിക്കാനുള്ളത് കൊണ്ട് എനിക്ക് നോക്കാൻ കിട്ടിയിട്ടില്ല. ആരെയും കൈ ഇതുവരെ പിടിച്ച് നോക്കിയില്ലെങ്കിൽ പത്മനാഭ അത് പറ്റില്ല. നോക്കണം പിടിച്ചൊക്കെ. ശരി, ഞാൻ നോക്കാം. പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, പിടിച്ചു നോക്കിയാൽ ഒരു കാര്യമെങ്കിലും അവരോട് പറഞ്ഞ് അത് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെടുത്തി വെക്കുക. കാരണം ഇക്കൂട്ടത്തിൽ അത് ചെയ്യാൻ ഏറ്റവും തന്റെ ഇടം കിട്ടേണ്ട ആൾ പത്മനാഭനാണ്. കാരണം അയാളൊരു നല്ല ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഒരു നല്ലൊരു ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് താങ്കൾക്ക്.
അടുത്തൊരു ദിവസം ഹിപ്നോട്ടിസത്തെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം ഒരു ക്ലാസ് എടുക്കണം കേട്ടോ. അതുകൊണ്ടല്ല എന്റെ യൂസ് എന്താണ് ഒക്കെ ഒരു ക്ലാസ് എടുക്കാം. ലാൽ സാറിനോട് പറഞ്ഞിട്ട് പത്മനാഭന്റെ ഒരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യിപ്പിക്കാം. സാറിനോട് പറയാം, ലാൽ സാറിനോട് പറയാം. പക്ഷെ അതിനു മുമ്പായിട്ട് പിന്നെ പത്മനാഭൻ പറയാ ഇങ്ങനെയൊക്കെയാണ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞാൽ ലാൽ സാർ തന്നെ ചിലപ്പോൾ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, മറ്റുള്ളവര് ഓക്കെ നോക്കിയവരാരെങ്കിലും പറയുക, മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ. ഞാൻ ആരുടെയും പേര് വിളിക്കുന്നില്ല. പേരുടെ ഇങ്ങനെ നോക്കിയായിരുന്നു. ആ പറയൂ, ഒന്ന് ഉറച്ചു പറയും. ശുക്രമണ്ഡലം കേൾക്കല്ല ഞാൻ പറയണേ? കേൾക്കാം. ശുക്രമണ്ഡലം ഉയർന്നിരുന്നതിന്റെ കാര്യം പറഞ്ഞില്ല, അത് കറക്റ്റാണ്. പിന്നെ എനിക്ക് കാണാൻ ഈ ശുക്രമണ്ഡലം ഉയർന്നിരുന്ന ആളുടെ അഹങ്കാരി ആയിരിക്കും, അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആരായിരിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരാളിന്റെ കൈയാണ് നോക്കിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരാളെ തന്നെയാണ് നോക്കിയത്. അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് ഉറപ്പുള്ള ഒരു ക്യാരക്ടർ നോക്കുമ്പോ അങ്ങനെ ഉറപ്പുള്ള ഒരാളെ തന്നെ നോക്കിയാൽ നമുക്ക് പിന്നെ സംശയമില്ല. വേറെ എന്ത് ചെയ്തു? പിന്നീട് ഞാൻ നോക്കിയത് എന്റെ കൂടെ ഉള്ള ഒരു ലേഡിയുടെ കൈയാണ്. പക്ഷെ ആ ലേഡിയുടെ കയ്യില് ഇടത്തെ കൈ നോക്കുമ്പോ ഈ രേഖകൾ തമ്മിൽ ചേരുന്ന ഇത് ഒരു എമ്മിന്റെ ഷേപ്പാണ്. ഇങ്ങനെ ദൂരെ നോക്കിയാൽ ഒരു എം ആണെന്ന് തോന്നുന്നു. അപ്പൊ അതെനിക്കൊരു കൺഫ്യൂഷനായി. മറ്റ് മണ്ഡലങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. ഈ പലതും ശരിയായിട്ട് ഉയർന്നും ഇരിക്കുകയല്ല, അതുകൊണ്ട് എനിക്കത് കറക്റ്റ് ആയില്ല. പക്ഷെ ശുക്രന്റെ ഞാനത് ആ ഒരു മണ്ഡലം മാത്രമാണ് കറക്റ്റ് ചെയ്തത്. ഈ എം എന്ന് പറയുന്ന രൂപം അത് വിടുക, അത് നമുക്ക് രേഖ പഠിച്ചിട്ട് വരട്ടെ. എല്ലാവരുടെയും ശുക്രമണ്ഡലമാണ് ഇപ്പൊ നോക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ശരി. അടുത്ത പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഈ മറ്റു സ്റ്റാറോ അല്ലെങ്കിൽ സർക്കിളോ അങ്ങനെയുള്ള ഒന്നും കാണാൻ, അതൊന്നും നോക്കണ്ട. ആദ്യ രൂപം നോക്കുക, ആദ്യ രൂപവും വലിപ്പവും ഉയർന്നും താഴ്ന്നും ഒക്കെ ഇരിപ്പുണ്ട്. അത് നോക്കുക, അതൊന്ന് കൺഫേം ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ആദ്യം വലിപ്പം, ഉയർച്ച, താഴ്ച, ആ കാര്യങ്ങൾ നോക്കുക. അത് ഒന്ന് കൺഫേം ആക്കിയ ശേഷം നമുക്ക് ചിഹ്നങ്ങളിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഇപ്പൊ ആൾക്കാർ അടുത്ത് വരുമ്പോ അവരറിയാതെ കൈ നോക്കാനുള്ള ഒരു ടെൻഡൻസി. അത് കൊള്ളാം. എന്താ ജോലി? ഞാൻ BSNL ആയിരുന്നു. ഞാൻ VRS എടുത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ്. മന്ത്ര മെഡിറ്റേഷൻ കുറെ കോഴ്സുകളുടെ ഫർമയുണ്ട്. മന്ത്ര മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. മന്ത്ര മെഡിറ്റേഷൻ, സഹജ സമാധി മെഡിറ്റേഷൻ, ഹാപ്പിനെസ് പ്രോഗ്രാം, പിന്നെ യോഗ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ റെക്കന്നോ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. വാസ്തു കൺസൾട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ താങ്കൾക്കപ്പോ ഒരുപാട് കൈ കിട്ടുമല്ലോ, അവരെയൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, കൊള്ളാം. ശരി, അടുത്തന്നെ ആരുമില്ലേ? ഈ രാഷ്ട്രീയക്കാരുടെ കയ്യില് വ്യാഴമണ്ഡലം ഉയർന്നിരിക്കുന്നത്, ഇവര് പ്രസംഗിക്കുമ്പോഴൊക്കെ കൈ പൊക്കുമ്പം അവരുടെ വ്യാഴമണ്ഡലം ഉയർന്നിരിക്കുന്നത് കാണാം. അപ്പൊ അത് അധികാരം മോഹം, അല്പാഹങ്കാരികളൊക്കെ തന്നെ ആയിരിക്കും അവര്. മോദിയുടെയൊക്കെ കൈ കാണുമ്പോ നമുക്ക് ഒരുപാട് ഉയർന്നിരിക്കുന്നതാണ്. അവർക്ക് വേറൊന്നുമില്ല, അവർക്ക് അധികാരത്തോടുള്ള അമിതമായ ആഗ്രഹമുള്ളവരാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. വേറെ മണി KV ഉണ്ട്, പരമേശ്വരൻ KR ഉണ്ട്. എനിക്ക് അത് നോക്കാൻ പറ്റിയില്ല. മണി എന്താ ചെയ്യുന്നത്? ഞാൻ അമ്പലത്തിലെ പൂജാരിയാണ്. ഓക്കെ. പക്ഷേ അമ്പലത്തിലെ പൂജാരിക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ എന്താ പറയാ, നമ്മൾ ആൾക്കാർക്ക് ഇത് കൊടുക്കുമല്ലോ. അപ്പോഴേ കയ്യൊന്ന് നോക്കിയിരിക്കണം. നിങ്ങൾക്ക് ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കിട്ടും. തീർത്ഥം കൊടുക്കുമ്പോഴൊക്കെ, തീർത്ഥവും പ്രസാദവും കൊടുക്കുമ്പോൾ അവരെ കയ്യൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ആളെ വിലയിരുത്താനും നിങ്ങൾക്കൊരു വലിയ സഹായമായിരിക്കും അത്. ഓക്കെ, ഏത് ക്ഷേത്രത്തിലാണ്? ഞാന് ഇവിടുന്ന് പുത്തൻകുരിശ് കോലഞ്ചേരി. അവിടെയാണ്. ഓക്കെ. ഇനിയുണ്ടല്ലോ ആൾക്കാര്. എനിക്ക് നോക്കാൻ പറ്റിയില്ല സാർ. ഞാൻ വേറൊരു സ്ഥലത്ത് ആണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്, ബാംഗ്ലൂര്. പറ്റില്ല, കുട്ടികളും മക്കളൊക്കെ ആയിട്ട്, വേറെ കുട്ടിയൊക്കെയുള്ള കാരണേ.
ഓക്കെ, അവിടെ പരിചയക്കാരോ സുഹൃത്തുക്കളാരും ഇല്ലേ? ഉണ്ട്, നോക്കാൻ പറ്റിയിട്ടില്ല. നോക്കാൻ പറ്റിയിട്ടില്ല. ചെറുതായിട്ട് നോക്കണം, എങ്കിലേ നമ്മുടെ അറപ്പങ്ങ് മാറൂ. നമ്മുടെ ശരി അറപ്പ് സർ. മാറണം. ആദ്യം നമുക്ക് നിങ്ങൾ ഈ ക്ലാസ്സിൽ 6 മാസം ഇരിക്കുമ്പോ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടണം. നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടണം. നിങ്ങൾ കാണുന്ന ഒരാളിനെ നാട്ടുകാരുടെ ഫലം പറയാൻ വേണ്ട, പക്ഷെ നമുക്കൊരു വ്യക്തിയെ കണ്ട തിരിച്ചറിയാൻ കഴിയണം. അതെങ്കിലും നിങ്ങൾ ഈ 6 മാസത്തെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ ഓക്കെ. ഇനി മറ്റാരെങ്കിലും? ആരുമില്ല? സർ, ഞാനും വ്യാഴമണ്ഡലം ഉയർന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഒരു അധികാരമോഹം, ഞാൻ എല്ലാവരുടെയും കുറച്ച് ഉയർന്നിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ അത് കണ്ടിട്ടുണ്ടോ? അവർ രണ്ടുപേർക്ക് നന്നായിട്ട് ഉയർന്നിരിക്കണം. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആണ്, ഞാൻ എന്തോ സ്പെഷ്യൽ ആണെന്നൊക്കെ ഉള്ളൊരു മോഹമുള്ള ആൾക്കാർ. ഞാനൊരു സ്പെഷ്യൽ ആണ് എന്നുള്ള ഒരു ചിന്താഗതി. അതാണ് നമ്മൾ ഈ അധികാരമോഹം നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഭരിക്കാനുള്ള മോഹമല്ല. ഞാൻ സംതിങ് ഡിഫറെന്റ് ആണ്, നിങ്ങളൊക്കെ എന്നെ ഒന്ന് വണങ്ങിക്കൊള്ളണം എന്നൊക്കെ തോന്നലും വന്നാൽ മതി. ശരി, വേറെ ആരും നോക്കിയില്ല? വ്യാഴമണ്ഡലം മാത്രമേ നോക്കുന്നുള്ളൂ? ഇനി ആരെങ്കിലും? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ രേഖ ആരംഭിക്കും. രേഖ ആരംഭിക്കുമ്പോ പിന്നെ സാർ, ശുക്രമണ്ഡലത്തില് ഇത് കറുത്ത പുള്ളിയല്ലേ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ കുടുംബജീവിതത്തിൽ? ഏത് മണ്ഡലത്തിലാണോ കറുത്ത പുള്ളി ഉള്ളത് അതിന്റെ നല്ല ഗുണത്തെ നശിപ്പിക്കും. അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, കുടുംബത്തിനകത്ത് ബുദ്ധിമുട്ടുള്ളപ്പോ ആ കറുത്ത പുള്ളി അവിടെ ഉണ്ടാവും. വ്യാഴനിലാണ് കറുത്ത പുള്ളി വരുന്നതെങ്കിൽ ധനപരമായ ബുദ്ധിമുട്ടോ ഔദ്യോഗിക രംഗത്ത് ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് ഉറപ്പായിട്ട് പറയാം. ഞാൻ ശുക്രമണ്ഡലത്തിലാണ് കണ്ടത്. അവർക്ക് കുടുംബത്തിൽ കുറച്ച് എന്താണ് ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെയൊക്കെ അതൊക്കെ വരാം. അത് ചതുരത്തിനകത്താണെങ്കിലോ, ആ ഒരു കറുത്ത പുള്ളി ചതുരത്തിനകത്താണെങ്കിലോ ശുക്രമണ്ഡലത്തില്? ചതുരത്തിനകത്താണെങ്കിലും കറുപ്പ് തന്നെയല്ലോ, സംരക്ഷിക്കപ്പെടും എങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ട് തരിക തന്നെ ചെയ്യും. സംരക്ഷിക്കപ്പെടും എന്നുവെച്ചാൽ അതിന് രക്ഷപ്പെട്ടു വരും, പക്ഷെ എങ്കിലും അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. ഓക്കെ, ഞാനിത് ഇത് ക്ലാസ്സില് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് കയറുന്നത്. മറ്റുള്ളവർക്ക് ഇതിന്റെ പിന്നെ ക്ലാസ് റെക്കോർഡ് വീഡിയോ എനിക്കത് കറക്റ്റ് ആയിട്ട് ഇത് പകർത്തി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നോക്കാൻ കുറച്ച് കിട്ടിയത് മാത്രമാണ്. അല്ല, എന്തായാലും വീഡിയോ ക്ലാസ് നമ്മുടെ ഈ ക്ലാസ് തന്നെയാണ് വീഡിയോ ആക്കി അവർ ഇടുന്നത്. ഈ ക്ലാസ് തന്നെയാണ്, ഇത് തന്നെ റെക്കോർഡഡ് ആയിട്ട് വീഡിയോ ആവുന്നു. അതിനുവേണ്ടി പ്രത്യേക വീഡിയോ ചെയ്യുന്നില്ല ഈ ക്ലാസ് പോലെ. പക്ഷെ ഇന്നാണ് നമ്മൾ അല്പം ഡിസ്കഷന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചത്. ഇന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ദിവസങ്ങളും ഇങ്ങനെ ഡിസ്കഷന് സമയം കിട്ടാറില്ല. നമ്മൾ എല്ലാ സമയവും ക്ലാസ്സിന് വേണ്ടി ഉപയോഗിച്ചു. ഇന്ന് പിന്നെ അല്പം സമയം കിട്ടിയതുകൊണ്ട് ഞാൻ ഡിസ്കഷന് വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫ്രീ നമുക്ക് ക്ലാസ്സിൽ അതിൽ വരിയില്ല. മനസ്സിലായല്ലോ? എല്ലാ ക്ലാസ്സിലും ഇതില്ല. നമ്മൾ ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷൻ 10 മിനിറ്റ് എടുത്തത്. മുമ്പ് ഒരു ദിവസം ഇതുവരെ എടുത്തു, അതിനുശേഷം എടുത്തത് ഇന്നാണ്. കാരണം നിങ്ങളുമായിട്ടൊരു ഇന്ററാക്ഷൻ കൂടി വേണം. ഇനി കാര്യങ്ങൾ നമുക്ക് നേരെ കൊണ്ടുപോകാൻ അത് വേണം. പിന്നെ ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ രേഖ തുടങ്ങുകയാണ്. രേഖ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മണ്ഡലത്തെക്കാളും എളുപ്പം രേഖയാണ്. അപ്പൊ നിങ്ങൾ മണ്ഡലം വിട്ടുകളയും. അങ്ങനെ വിടരുത്. കാരണം രേഖയില്ലാത്ത കൈകളും വന്ന് പെടാം. അങ്ങനെ അപൂർവമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു രേഖയും ഇല്ലാത്ത കൈയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഒരു കയ്യിൽ ഒരു രേഖയില്ലെങ്കിൽ അയാൾക്ക് ഫലമൊന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഫലം പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല. അപ്പൊ അയാൾ ജീവിച്ചിരിക്കുന്ന ആളല്ലേ, അയാൾക്കുണ്ടല്ലോ ഒരു ഫലം. അപ്പൊ ആ ഫലം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ മണ്ഡലം അതുകൊണ്ട് ഉറപ്പായിട്ട് ബൈ ഹാർട്ട് ആക്കണം. ഈ രേഖ പഠിച്ചു തുടങ്ങുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മണ്ഡലത്തേക്ക് കൈവിടും. കാരണം രേഖയാണ് കുറെ കൂടി സൗകര്യമെന്ന് തോന്നും. അതുകൊണ്ട് ഒരു കാരണവശാലും മണ്ഡലത്തെ കൈവിടരുത്. മണ്ഡലം കൂടെ വായിച്ചു വരണം.
മണ്ഡലവും അതിനോടൊപ്പം രേഖയും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് 100% കറക്റ്റായിട്ട് പ്രഡിക്ഷൻ നടത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത നമ്മള് ഒരു കാര്യം കൂടെ, ഒരു സംശയം ചോദിച്ചു. എന്താ നമ്മള് ഈ കയ്യിൽ ഓരോ മണ്ഡലങ്ങൾ പറഞ്ഞു, അതിന്റെ സെൻട്രലായിട്ട് 9 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, സെന്റർ പോയിന്റ്. അങ്ങനെ 9 ആയിട്ട് മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അത് ചില കയ്യിൽ നമുക്ക് 9 ആണെന്ന് തോന്നും, ചിലതിൽ നമുക്ക് ഒരു സ്റ്റാർ ആയി തോന്നും, ചിലയിടത്ത് നമുക്കതൊരു ട്രയാങ്കിൾ ആയി തോന്നും ആ സെന്റർ പോയിന്റ്. അതല്ല, ഇപ്പൊ ഈ കാണിച്ച കൈപ്പത്തിയുടെ ആ ഒരു പിക്ചറില് സെന്റർ പോർഷൻ നമ്പർ ഇട്ടിരുന്നത് അത് സൈഡില് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. പിന്നെ അതുകൊണ്ടാണ് 1, 2, 3, 4 എന്ന നമ്പർ ഇട്ടിരുന്നത്. അത്രേ ഉള്ളൂ. കാരണം അത് ഓരോ മണ്ഡലത്തിനും 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ട് കൊടുത്തിരുന്നു. ആ നമ്പർ അത്രേ ഉള്ളൂ, വേറെ അതിനർത്ഥമില്ല. ഓക്കെ, ഒരു സംശയം, ശുക്രമണ്ഡലത്തില് നക്ഷത്ര ചിഹ്നം എന്താണ്? അല്ല, വ്യാഴമണ്ഡലത്തിൽ പ്രശസ്തിയെ സൂചിപ്പിക്കുകയാണല്ലോ. വ്യാഴമണ്ഡലത്തിലാണ്. അതെ, ഈ നക്ഷത്രങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ ചിഹ്നങ്ങളൊക്കെ കൃത്യമായി ചിഹ്നമാകണമെങ്കിൽ അതിനൊരു ഇതുണ്ട്, ഭംഗിയായിട്ട് അതൊന്ന് മനസ്സിലാക്കിയിട്ടേ ചിഹ്നമാക്കാവൂ. ചിഹ്നങ്ങളെല്ലാം സ്വതന്ത്രമായി കാണും. ചിഹ്നങ്ങൾ സ്വതന്ത്രമായി കാണും എന്ന് പറഞ്ഞാൽ മറ്റ് രേഖകൾ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അടയാളങ്ങളൊന്നും ചിഹ്നങ്ങളായി എടുക്കാൻ പറ്റില്ല. രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതിരിക്കാൻ പറ്റില്ല, അതിന്റെ ഭാഗമായിട്ട് ചിഹ്നങ്ങളും ആവും. അതൊന്നും ചിഹ്നമല്ല. ഇപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഒരു സ്വതന്ത്ര സ്റ്റാറായി അവിടെ കാണും. ചതുരം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്രമായ ചതുരം അവിടെ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചുകൊള്ളും. കാരണം നമ്മൾ പറയുന്നത് ഇപ്പൊ ആദ്യം പഠിച്ചു തുടങ്ങുന്ന കാലത്ത് നമ്മുടെ കയ്യിൽ നോക്കിയാൽ നമുക്ക് ചതുരം കിട്ടും, ട്രയാങ്കിൾ കിട്ടും, ശൂലം കിട്ടും, എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചിഹ്നവും നോക്കിയാൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. താങ്ക് യു. താങ്ക് യു.